എല്ലാവർക്കും നമസ്തേ. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹൽവ. നമ്മുടെ സിംല മിർച്ചി, കുടമുളക് എന്നൊക്കെ ഇതിന് വിളിപ്പേരുണ്ട്. സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതുപോലെ 4 പച്ച ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ ചേർത്ത് അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് നല്ലൊരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത പേസ്റ്റ് ഒന്നളന്ന് ഒരു ബൗളിലേക്ക് നമുക്ക് ചേർക്കാം. ഒരു 3.5 കപ്പ് പ്യൂരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കട്ട ഒട്ടും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒട്ടും കട്ടയില്ലാതെ മിക്സാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് അരച്ചു വെച്ച ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം. ഈ ഒരു ഹൽവ നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്രീൻ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. ക്യാപ്സിക്കത്തിൻ്റെ റോ ഫ്ലേവർ മാറുന്നിടം വരെ ഒന്ന് കുക്കാക്കണം. 4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് കുറുകി വരണം. ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന ആ സ്ലറി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടിയും ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ക്യാപ്സിക്കം അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പം ഹൽവ ഒന്ന് ലൂസായി വരും. വീണ്ടും നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു മാറ്റണം. ഈ സമയത്ത് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി വീണ്ടും ചേർക്കാം. ഇപ്പം പാനിൽ നിന്നും ഒന്നായി വിട്ടു വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയും മതി. ഫ്ലേവറിങ്ങിനായിട്ട് ഏലക്ക വേണമെങ്കിൽ ഒരു 3-4 എണ്ണം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായ്ക്ക് പകരം കോക്കനട്ട് എസൻസ് 2-3 ഡ്രോപ്സാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിങ്ങിനായിട്ട് ഏലക്കയുടെ എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഏലക്ക പൊടിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഫൈനലായിട്ട് ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 8-10 കിസ്മിസ്, ഒരു 8-10 കാഷ്നട്ടും നെയ്യിൽ വറുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നാച്ചുറൽ കളറിലാണ് ഈ ഒരു ഹൽവ ഇരിക്കുന്നത്. ഇതുപോലെ ഒരു പ്ലേറ്റ് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രേറ്റഡ് പിസ്സ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹൽവ അതിൽ ചേർത്ത് സ്പാറ്റില കൊണ്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1 മണിക്കൂറിന് ശേഷം ഹൽവയൊക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കാം. അടിപൊളി ഹൽവ റെഡി. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ഹൽവയാണ്. കണ്ടില്ലേ? ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടിപൊളിയല്ലേ? കണ്ടില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു ഹൽവ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതാൻ മറക്കണ്ട. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.